നമസ്കാരം. 2025 മാർച്ച് 7 വെള്ളിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഏജൻസി വർക്കർമാർക്ക് പ്രതിവാരം മിനിമം വർക്കിംഗ് അവേഴ്സ് ഉറപ്പാക്കുവാൻ ലേബർ സർക്കാരിന്റെ പുതിയ എംപ്ലോയ്മെന്റ് ബിൽ. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സീറോ അവർ കരാറുകൾ നിരോധിച്ചതോടെയാണ് പുതിയ ബിൽ അവതരണം. ഈ നിയമപ്രകാരം ഏജൻസി വർക്കർമാർക്കും തൊഴിലുടമകൾ പ്രതിവാര മിനിമം വർക്കിംഗ് അവർ ഉറപ്പ് നൽകേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം സീറോ അവർ കരാറിലുള്ള ഏജൻസി വർക്കർമാരുടെ ജോലി സമയം ഹ്രസ്വകാല അറിയിപ്പിൽ വഴി മാറ്റുകയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരത്തിനും അവകാശം ലഭിക്കും. അഭയാർത്ഥി കുടുംബങ്ങളിലെ 10,000-കണക്കിന് കുട്ടികൾക്ക് സർക്കാർ ധനസഹായത്തോടെയുള്ള ശിശുപരിപാലന നിഷേധിക്കപ്പെടുന്നതായി റിപ്പോർട്ട്. മാതാപിതാക്കളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ആനുകൂല്യ നിയന്ത്രണങ്ങളാണ് തടസ്സങ്ങൾക്ക് കാരണം. ഇത് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും സമയപ്രായക്കാർക്ക് ലഭ്യമായ ആദ്യവർഷ വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് നിഷേധിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മനുഷ്യാവകാശ സംഘടനയായ പ്രാക്സിയുമായി ചേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം UKയിൽ ഏകദേശം 4 ദശലക്ഷം ആളുകൾക്ക് ധനസഹായം നഷ്ടമാകും. ഇംഗ്ലണ്ടിൽ കുട്ടികളെ അടിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന ആവശ്യത്തിൽ പ്രമുഖ ശിശു ഡോക്ടർമാർ. കുട്ടികളുടെ ക്ഷേമത്തിൽ എന്തെങ്കിലും ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നുവെന്നതിന് ഇത്തരം ശിക്ഷകൾ സഹായിക്കുന്നില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. നിലവിൽ ന്യായമായ ശിക്ഷ നൽകുന്ന കേസുകളിലൊഴികെ ഇംഗ്ലണ്ടിൽ കുട്ടികളെ അടിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതേസമയം അടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റം വരുത്തുവാൻ സർക്കാരിന് പദ്ധതിയില്ലെന്നും എന്നാൽ ഓരോ കുട്ടിക്കും ജീവിതത്തിൽ മികച്ച തുടക്കം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ബ്രിട്ടനിൽ ആധുനിക അടിമത്തത്തിന് ഇരയാകാൻ സാധ്യതയുള്ളവരുടെ എണ്ണം കഴിഞ്ഞ വർഷം റെക്കോർഡിലേക്ക് ഉയർന്നുവെന്ന ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ. ഇരകളെ തിരിച്ചറിയുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ബ്രിട്ടന്റെ സംവിധാനമായ നാഷണൽ റെഫറൽ മെക്കാനിസത്തിലേക്ക് 2024-ൽ 20,000-ഓളം ഇരകളെ റെഫർ ചെയ്തതായി ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിത തൊഴിൽ എന്നിവ ഉൾപ്പെടുന്ന ആധുനിക അടിമത്തം, ദാരിദ്ര്യം, സംഘർഷം, കുടിയേറ്റം എന്നിവയോടൊപ്പം ആഗോളതലത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടുള്ള സേഫർ ഫോണുകൾ ബില്ലിന്റെ പ്രാരംഭ രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ബില്ലിൽ കൂടുതൽ റിസർച്ച് ആവശ്യമാണെന്നും മാതാപിതാക്കൾക്ക് കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും പറയുന്നു. ഹൗസ് ഓഫ് കോമൺസിൽ ഇന്ന് ബില്ലിന്റെ 2ാം ഘട്ട ചർച്ച നടക്കും. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കുവാൻ പദ്ധതി സർക്കാർ കൊണ്ടുവന്നത്. ലണ്ടനിൽ അൾട്രാ ലോ എമിഷൻ സോൺ വികസിപ്പിച്ചതിനു ശേഷം വായു മലിനീകരണത്തിൽ ശ്രദ്ധേയമായ കുറവുണ്ടായതായി പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ വലിയ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി പറയുന്നു. ULES വിപുലീകരണത്തിന് ശക്തമായ എതിർപ്പാണ് പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് എന്നാൽ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തിയതിലും പൊതുജനാരോഗ്യം ഉയർത്താൻ സാധിച്ചതിലും ULESന് നിർണായകമായ പങ്കുവഹിക്കാൻ സാധിച്ചുവെന്നതിൽ അഭിമാനമുണ്ടെന്നും ലണ്ടൻ മേയർ പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ സ്കൂളുകളിലും നഴ്സറികളിലും കുട്ടികളുടെ പല്ലുതേക്കൽ പ്രവർത്തനങ്ങളിൽ അധ്യാപകരും നഴ്സറി സ്റ്റാഫും മേൽനോട്ടം വഹിക്കുന്ന പുതിയ പദ്ധതി ആരംഭിക്കുന്നു. ദേശീയ ടൂത്ത് ബ്രഷിംഗ് പ്രോഗ്രാമിന് കീഴിലാണ് പദ്ധതി. പദ്ധതി മൂലം 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള ഏകദേശം 6 ലക്ഷം കുട്ടികൾക്ക് പ്രതിവർഷം പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി പ്രശംസനീയമാണെങ്കിലും സ്കൂൾ സ്റ്റാഫിന് അധിക ചുമതലകൾ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. നാഷണൽ അസോസിയേഷൻ ഓഫ് ഹെഡ് ടീച്ചേഴ്സ് സ്കൂളുകൾക്ക് മാതാപിതാക്കളുടെ ചുമതലകൾ നൽകുന്നതിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. UKയിലെ ആദ്യകാല വടംവലി ടീമായ ലിവർപൂൾ ടൈഗേഴ്സ് സംഘടിപ്പിച്ച ദേശീയ പഞ്ചഗുസ്തി മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും കാണികളുടെ സാന്നിധ്യം കൊണ്ടും വൻ വിജയമായി മാറി. ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി ടീം മാനേജർ ഹരികുമാർ ഗോപാലിന്റെ അധ്യക്ഷതയിൽ യുക്മ നോർത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷാജി തോമസ് ബരാക്കുടി ഭദ്രദീപം തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുക്മ ദേശീയ ട്രഷറർ ഷിജോ, ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി പുരുഷ വനിതാ ടീം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. 5 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 100ഓളം പേരാണ് തങ്ങളുടെ കൈക്കെടുത്ത് തെളിയിച്ചത്. കാറ്റഗറി 1 മിഡിൽ വെയ്റ്റ് വിഭാഗത്തിൽ 1ാം സ്ഥാനം ഫൈസ് മുഹമ്മദ്, 2ാം സ്ഥാനം ജെറാൾ സാബു എന്നിവർ കരസ്ഥമാക്കി. കാറ്റഗറി 2 ലൈറ്റ് മിഡിൽ വെയ്റ്റ് വിഭാഗത്തിൽ 1ാം സ്ഥാനം സുനീഷ്, 2ാം സ്ഥാനം ലിജു ജോസ്. കാറ്റഗറി 3 ലൈറ്റ് ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ 1ാം സ്ഥാനം ജിതിൻ മാത്യു,
രണ്ടാം സ്ഥാനം ജിൻസൺ എന്നിവർ നേടി. കാറ്റഗറി 4 ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആൻജോ സെബാസ്റ്റ്യനും രണ്ടാം സ്ഥാനം മാത്യു ജോണും കരസ്ഥമാക്കി. കാറ്റഗറി 5 സൂപ്പർ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് അമൽ ടോമിയാണ്. രണ്ടാം സ്ഥാനം സിജു ജോസഫ് കരസ്ഥമാക്കി. സ്ത്രീകളുടെ വിഭാഗത്തിൽ ട്വിങ്കിൾ ജോർജ് ആണ് ഒന്നാം സ്ഥാനവും ലൂസി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയത്. ലൂട്ടനിൽ നിന്നുള്ള ജിതിൻ മാത്യു ആണ് ചാമ്പ്യന്മാരുടെ ചാമ്പ്യനായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. വരും വർഷങ്ങളിൽ കൂടുതൽ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ മത്സരങ്ങൾ നടത്തുമെന്ന് ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി ടീം അറിയിച്ചു. തെലങ്കാനയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള തെരച്ചിൽ ദൌത്യത്തിന് കേരള പോലീസിന്റെ കെടാവർ നായ്ക്കളും. കേരളത്തിൽ നിന്നുള്ള കെടാവർ നായ്ക്കൾ നാഗർകുർണൂലിലെത്തി. വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് നായ്ക്കളെ എത്തിച്ചത്. തുരങ്കത്തിനകത്തെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാണ് കെടാവർ നായ്ക്കളുടെ സഹായം തേടിയത്. SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത്. അന്വേഷണം പൂർത്തിയാക്കും മുൻപാണ് നടപടി. 6 മാസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാൻ ജയിലിൽ കുഴഞ്ഞു വീണു. ഇന്ന് രാവിലെ 7 മണിക്ക് അഫാനുമായി തെളിവെടുപ്പ് നടക്കാനിരിക്കെയാണ് പാങ്ങോട് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ അഫാൻ കുഴഞ്ഞു വീണത്. പ്രതി ജീവനൊടുക്കാൻ പ്രവണതയുള്ളതിനാൽ കൈവിലങ്ങാടിയിച്ചാണ് സെല്ലിനുള്ളിൽ ഇരുത്തിയിരുന്നത്. എന്നാൽ പ്രാഥമിക കൃത്യങ്ങൾക്കായി കൈവിലങ്ങാഴിച്ചപ്പോൾ അഫാൻ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രതിയെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. ട്രെയിൻ യാത്രയ്ക്കിടെ മുംബൈ പൂനെയ്ക്ക് അടുത്തുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിലായിരുന്നു പെൺകുട്ടികൾ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. കുട്ടികൾക്കായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. ഇരുവരെയും പൂനെയിൽ എത്തിച്ചു. കുട്ടികളെ നാട്ടിലെത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.